നമ്മുടെ അയ്യപ്പേട്ടൻ്റെ സകലമാന ക്ഷമയും നശിച്ചിരിക്കുകയാണ്. നമ്മുടെ രാധികാമ്മയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ രാധികാമ്മയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ അടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. നമ്മുടെ അയ്യപ്പേട്ടനാണെങ്കിൽ ഇതൊന്നും ഒട്ടും താങ്ങാനും പറ്റുന്നില്ല. അയ്യപ്പേട്ടൻ പറയുകയാണ് ഗോവിന്ദനോട്, എന്തായാലും രാധികാമ്മയുടെ മുഖത്ത് നോക്കി ഇന്ന് 2 വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദ് പരമാവധി നമ്മുടെ അയ്യപ്പേട്ടനെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല, അയ്യപ്പേട്ടൻ ആന ഇടയുന്നതിനേക്കാളും ഭീകരമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയേണ്ടത്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഭദ്രൻ കുറച്ച് ഗുണ്ടകളുമായിട്ടൊക്കെ വരികയാണ്. ഗുണ്ടകളെന്ന് വെച്ചാൽ ഗുണ്ടയല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അയൽപ്പക്കത്തൊക്കെയുള്ള ആളുകളുമായിട്ട് വന്നിരിക്കുകയാണ്. ഡോറ് അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഭദ്രൻ ഡോറ് പൂട്ടി താക്കോല് മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഭദ്രൻ തിരികെ വരുമ്പോൾ മുറി അകത്ത് നിന്നും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതോ കള്ളനൊക്കെ പ്രവേശിച്ചു എന്നുള്ള രീതിയിലാണ് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്താണ് വടിവാളും കുടുവാളും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആരാണ് വീട്ടിനകത്ത് കയറി പറ്റിയത് എന്ന് വെച്ചാൽ കയ്യിൽ കിട്ടിയ ആറഞ്ഞ് പിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് ഗോവിന്ദ് ഗീതുവിനോട് പറയാണ്, ഗീതു നീ ചെന്ന് വാതിൽ തുറക്ക്, എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വയ്യ. കാരണം 2 പേരും കൂടി ഡിങ്കോൾഫ്യൂ ായിട്ട് വന്ന ഒരു സാഹചര്യമാണത്. അതുകൊണ്ട് അവർക്ക് ആകെ ഒരു പരിങ്ങലിൽ നിൽക്കുകയാണ് ഇപ്പോൾ 2 പേര്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഗീതു നീ ചെന്ന് വാതിൽ തുറക്ക്, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വയ്യ, അവിടെ വടിവാളും കൊടുവാളും ഒക്കെ ആയിട്ട് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഗീതു പറയുന്നത്, കണ്ണേട്ടോ എനിക്ക് പേടിയാവുന്നു, എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്, ഇതേ കൂടെ വന്നവരാണെങ്കിൽ ആകെ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്, ആകെ അലുമ്പായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കതവ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ തലയ്ക്ക് ആരെങ്കിലും വെച്ച് അടിച്ചു തന്നാലോ, അതുകൊണ്ട് എനിക്ക് വയ്യേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു അല്ലേ, പ്ലീസ് എനിക്ക് വയ്യ ഗീതു, നീ തന്നെ കതവ് തുറക്കും, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അടുത്ത് നിൽക്കാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ഗീതു മെല്ലെ മെല്ലെ ഡോറിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഡോറിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭദ്രൻ പറയുകയാണ്, നിങ്ങളൊന്ന് കരുതി ഇവിടെ നിൽക്കേ, അവരിപ്പോൾ കതവ് തുറക്കും, കതവിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട്, എന്തായാലും കതവ് തുറക്കുന്നതും തലയ്ക്ക് അടി വീണിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു വന്നിട്ട് മെല്ലെ ഇങ്ങനെ കഥക് ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭദ്രൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഗീതുവിൻ്റെ ഒരു ശകലം മൂലം കാണുകയാണ്. അപ്പോൾ ഭദ്രന് മനസ്സിലായി ഇത് കള്ളനൊന്നും അല്ല എന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലാവുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ മുഖം കാണിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇങ്ങനെ ആയിപ്പോവാണ് നമ്മുടെ ഭദ്രൻ. അപ്പോൾ ഗീതു ചമ്മി ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഭദ്രൻ ചോദിക്കണം, മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ ഇങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഭദ്രൻ പറഞ്ഞു, വേണ്ട നിങ്ങളൊക്കെ അങ്ങ് മാറിക്കോ, ഇതേ എൻ്റെ മകളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ ചമ്മി ഇങ്ങനെ വരെയാണ്. അപ്പോൾ ഉടനെ ഭദ്രൻ പറഞ്ഞേ, എൻ്റെ മരുമോനും ഉണ്ടല്ലോ, അയ്യോ ഇവരെ ഒന്നും ചെയ്യരുത് കേട്ടോ, ഇതെൻ്റെ മോളും മരുമോനുമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വന്നവർ പറയണം, അത്രയേ ഉള്ളോ, എങ്കിൽ ഞങ്ങൾ പോകണം, ഇനി ഇതുപോലെയൊക്കെ ആവശ്യം വരുന്നെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് സ്ഥലം കാലിയാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭദ്രൻ ചോദിക്കണം, അല്ല എന്താ മോളെ നീ ഇങ്ങനെ കള്ളന്മാരെ പോലെ പതുങ്ങി വന്നിട്ട് എന്താ ഇത്രയും ബഹളമൊക്കെ കേട്ടിട്ട് എന്താ ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഗീതുവിനോട്. അപ്പോൾ ഗീതു പറയണം, അയ്യോ അത് പിന്നെ അച്ഛാ, അത് പിന്നെ ഞങ്ങളിവിടെ വന്നത് എന്തിനാ മോളെ, എന്തിനാ ഇങ്ങനെ ആരും അറിയാതെ ആരും ഇല്ലാതിരുന്ന സമയത്ത് വന്നിട്ട് അകത്ത് കയറിയിരുന്നത്, ഇത്രയും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിട്ടും ഇറങ്ങി വരാഞ്ഞത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഗീതു പറയണം, അത് പിന്നെ അച്ഛാ വന്നത് കണ്ണേട്ടൻ കാരണമാണ്. മോനോ, എന്ത് പറ്റി? അത് പിന്നെ കണ്ണേട്ടനും വയറ്റിനും നല്ല സുഖമില്ല അച്ഛാ. ലൂസ് മോഷനാണോ മോളെ? അത് തന്നെ അച്ഛാ, അത് തന്നെ. അതാണോ മരുമോൻ ഇങ്ങനെ നാണിച്ച് നിൽക്കുന്നത്? അതിലൊന്നും കാര്യമില്ല മരുമോനെ. അപ്പം നല്ലതുപോലെ പോയോ? പോയി. അപ്പോൾ ഇനി അകത്തൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. പോട്ടെ മരുമോനെ, പോട്ടെ, അതിലൊന്നും കാര്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ, ഒക്കെ ശരിയായിക്കോളും. ഇനി എനിക്ക് അപ്പോഴേ തോന്നി മരുമോൻ എന്തോ ഒരു നല്ല മൂഡില്ലാത്തത് കണക്ക് എനിക്ക് തോന്നി. അപ്പോൾ ടോയ്ലറ്റിലായിരുന്നോണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ പറയണ, എന്നാൽ മരുമോൻ ചെല്ലേ,
അപ്പോൾ ഉടനെ പറയണേ, ഗീതു ഇനി നമുക്കിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും പോവാം, ഇനി ഇതുപോലൊരു മൂഡ് ഇനി എന്നാണ് എന്തോ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെയും കൊണ്ട് പോവാണ്. പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കണേ, എടി എന്താ നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞത്? എന്ത്? എനിക്ക് വയറിളക്കോ എന്നല്ലാതെ വേറെ ഒന്നും നിനക്ക് പറയാൻ കിട്ടിയില്ലേ? അത് പിന്നെ കണ്ണേട്ടാ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കൊന്ന് വിശ്വസിക്കാൻ തോന്നണ്ടേ? വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിശ്വാസത്തിൽ വരില്ല. അതുകൊണ്ടാണ് ഞാൻ വയറിളക്കം തന്നെ പറഞ്ഞത്. നിനക്കാണ് വയറിളകിയെന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്തിനാ എൻ്റെ പേര് കൊണ്ടിട്ടത്? അത് പിന്നെ കണ്ണേട്ടനല്ലായിരുന്നോ കുഴപ്പം? അതുകൊണ്ടാണ് ഞാൻ കണ്ണേട്ടൻ്റെ പേര് കൊണ്ടിട്ടത്. എന്തായാലും നീ വാ, പോവാം എന്നും പറഞ്ഞിട്ട് പോവാനായിട്ട് വണ്ടിയിലോട്ട് കയറുകയാണ് രണ്ടാളും. അപ്പോൾ ആ സമയത്തിന് ഭദ്രൻ ചിന്തിക്കുകയാണ്, ഇവരെന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? വയറിളക്കം തന്നെ ആയിരിക്കുമോ? ഇനി മരുമകന് വയറിള വീട്ടായാണോ വന്നത്, അല്ലാതെ എന്തെങ്കിലും കാര്യമാണോ വന്നതിന് പിന്നിൽ? ഒരു പക്ഷേ എന്നെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യം ഈ വീട്ടിൽ നിന്നും കണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മരുമകൻ എൻ്റെ മകളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. എന്നോട് ചിലപ്പം വയറിളക്കം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയതായിരിക്കും, എന്നെ പറ്റിക്കാൻ നോക്കിയതായിരിക്കും. ഭദ്രൻ്റെ അടുത്താണോ കളി? ഭദ്രൻ എത്ര കുളം കണ്ടതാ എന്നും പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഭദ്രൻ ആരെയാണ്, നമ്മുടെ രാധികാമ്മയെ വിളിക്കുകയാണ്. രാധികാമ്മയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ കോള് വരികയാണ്. നോക്കുമ്പോൾ ഭദ്രൻ എന്ന് കാണിക്കുകയാണ്. അങ്ങനെ രാധികാമ്മ ഫോൺ എടുത്തിട്ട്, ഇയാൾ എന്തിനാ ഇങ്ങനെയായിരുന്നു വിളിക്കുന്നത്, ശല്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടനെ ഭദ്രൻ പറയാണ്, ഹലോ രാധികാമ്മയല്ലേ? അതെ, എന്താ ഭദ്ര, നീ എന്തിനാ വിളിച്ചത്? അതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. ഞാനേ വിലാസിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ പെട്ടെന്ന് ഓർക്കണം. ഇയാൾ ഇനി അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അവസാനം പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരിക്കുമോ വിളിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഭദ്രൻ പറയാണ്, എൻ്റെ വീട്ടിലെ 2 പേര് കതക്, ഞാൻ വീട് പൂട്ടി താക്കോല് വെക്കുന്ന സ്ഥലം എൻ്റെ മകൾക്കറിയാം. അപ്പോൾ അവൾ കതക് തുറന്ന് അകത്ത് കയറി 2 പേരും അകത്ത് വാതിലടച്ചിരിക്കുകയായിരുന്നു. രാധികാമ്മേ, ആരുടെ കാര്യം ഭദ്ര നീ പറയുന്നത്? എൻ്റെ എൻ്റെ മോളെയും മരുമോൻ്റെയും കാര്യം. രാധികാമ്മയുടെ കണ്ണുകൾ രണ്ടും ഇങ്ങനെ തള്ളി വരെയാണ് അത് കേട്ടിട്ട്. അപ്പോൾ ഉടനെ ഭദ്രൻ പറയുകയാണ്, അതേ രാധികാമ്മേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് വീടിനകം മുഴുവനും അലമ്പാക്കിയിട്ടിരിക്കുകയാണ്. കൈ കിട്ടിയതെല്ലാം വാരി വലിച്ച് എറിഞ്ഞ് വിതറിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എന്നെക്കുറിച്ച് എന്തൊക്കെയോ രഹസ്യ തെളിവെടുപ്പിനായിട്ടാണ് 2 പേരും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അത് എനിക്ക് തീർച്ചയാണ് രാധികാമ്മയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ രാധികാമ്മ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് താനൊന്നും ചോദിച്ചില്ലേടോ? ഞാൻ ചോദിച്ചില്ലേന്നോ? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നോ? മരുമകന് വയറിളക്കമെന്നാണ് പറഞ്ഞത്. കണ്ണന് വയറിളക്കമെന്ന് പറഞ്ഞോ? അതെ രാധികാമ്മേ, കണ്ണന് വയറിളക്കമെന്നാണ് പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കതത്ര വിശ്വാസം വന്നില്ല. പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്, തലേ ദിവസം ഗോവിന്ദ് വയറ്റിൽ പൊത്തിപ്പിടിച്ച് വയറുവേദനയെന്ന് പറഞ്ഞ് നടന്നതും രാധികാമ്മ ടാബ്ലറ്റ് കൊടുത്ത കാര്യമൊക്കെ ഓർക്കുകയാണ് രാധികാമ്മ പെട്ടെന്ന്. എന്നിട്ട് രാധികാമ്മ പറയണേ, കണ്ണന് വയറുവേദനയെന്നല്ലേ പറഞ്ഞത്? അത് അങ്ങനെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ താൻ ഇനി വേറെ മറിച്ചും തിരിച്ചും ചിന്തിക്കാനൊന്നും നിൽക്കേണ്ട. കണ്ണന് വയറിളക്കം തന്നെയാണ്. അത് ഇന്നലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കണ്ണന് ഇവിടെ വെച്ചും ഉണ്ടായിരുന്നു, തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാനാണ് ടാബ്ലറ്റ് കൊടുത്തത് തന്നെ. എന്നിട്ടും കണ്ണന് കുറവില്ലെന്ന് വെച്ചാൽ പാവം, അവന് നല്ല വിഷമം ഉണ്ടായിരിക്കും, നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇതുവരെ മാറി കാണില്ല എന്ന് പറയുന്നു. ആണോ രാധികാമ്മേ? അതെ. എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി. ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യ വിവരങ്ങൾ ഇവിടുന്ന് തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം വന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോഴാണ് രാധികാമ്മ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടിയത്. ഇനി സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധികാമ്മ ആലോചിക്കണം, എനിക്കൊന്നും അറിയില്ലെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? 2 എണ്ണത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണം ഇവിടെ നടക്കില്ലെന്നറിയാം. അതുകൊണ്ട് 2 എണ്ണവും ആരുമില്ലാതിരിക്കുന്ന സമയത്ത് അവിടേക്ക് പോയതാണ്. ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഗീതവും ഗോവിന്ദും വരികയാണ്. അവർ 2 പേരും വന്നതിന് ശേഷം 2 പേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഗോവിന്ദനോട് ഗീതു പറയണം, എന്തായാലും ഈ ജന്മത്ത്
നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ഏയ് നീ എന്തിനാ ഗീതു എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്? ഒക്കെ ശരിയാവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടുത്തെ ചാവി നാളെ നീ ഇങ്ങെടുത്താൽ മതി, നമുക്ക് രണ്ടുപേർക്ക് നാളെ അവിടേക്ക് പോവാം എന്ന് പറയണം. ഫസ്റ്റ് നൈറ്റ് നടന്നില്ലെങ്കിലും ഫസ്റ്റ് ഡേ എങ്കിലും നടത്താമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണ, ഓ ഇല്ല കണ്ണേട്ടാ, എവിടെ പോയാലും നിങ്ങളുടെ രണ്ടാനമ്മയുണ്ടല്ലോ കൂടെ ഉണ്ടാവും. അപ്പോൾ പറയണേ, ഇല്ല ഗീതു, ഇല്ല, നീ സമാധാനപ്പെട്, എന്തായാലും നമുക്ക് നാളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി അടിച്ച് പൊളിക്കാം എന്ന് പറയണം. അപ്പോൾ ഗീതു പറയണം, അതേ ഗസ്റ്റ് ഹൗസിൽ പോയി അടിച്ച് പൊളിക്കണമെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ രണ്ടാനമ്മയെ ആദ്യം തല്ലിക്കൊല്ലണം ആരെങ്കിലും. ആദ്യമേ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ച് നല്ലതുപോലെ ജീവിക്കാത്തതിൻ്റെ കേടാണ് ഇന്ന് രണ്ടാനമ്മയും പറയുന്നതും കേട്ട് പെങ്ങളും പറയുന്നതായിട്ട് ജീവിക്കേണ്ടി വന്നത്. ആയ കാലത്തെ രണ്ടാനമ്മയും പെങ്ങളെയും നിലയ്ക്ക് നിയന്ത്രിച്ച് നിർത്തണമായിരുന്നു, എങ്കിൽ ആരും ഇങ്ങനെ ചൊറിയാനും മാന്താനും വരില്ലായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ഗീതു നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒക്കെ ശരിയാവും ഗീതു, ഒക്കെ ശരിയാവും, മൂക്കിൽ പല്ല് മുളയ്ക്കുമ്പോൾ എന്ന് പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, നീ സമാധാനപ്പെടുക ഗീതു, ദേ ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി, പിന്നെ ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പെരുമാറുന്നതിന് അതൊക്കെ ഒരു വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട, അത് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കും, മൂക്കി പഞ്ഞി വയ്ക്കാം. നീ കണ്ടോ, അല്ലെങ്കിൽ ദേ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കാണിച്ച് നമ്മൾ തമ്മിൽ അകറ്റാനൊക്കെ നോക്കുന്നില്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യണമെന്നോ, നമുക്ക് എങ്ങനെയാണ് അതിനുള്ള മറുപടി കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ജനിക്കുന്ന വികൃതി കുട്ടികളെ കൊണ്ട് അവരുടെ അടുത്ത് തന്നെ ഇട്ടേക്കണം. അപ്പോൾ അവരുടെ വികൃതി കാരണം ഇവർക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ ഉടനെ ഗീത നടക്കാത്ത സുന്ദര സ്വപ്നം. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അതെ, നമ്മൾ രണ്ടുപേരും മൂക്കി പഞ്ഞി വെച്ചാലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ടേ കുട്ടികളും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ പറയുകയാണ്, നീ എന്തിനെങ്ങനെയാണ് നെഗറ്റീവ് അടിക്കുന്നത്? ചിലപ്പോൾ ഭ്രാന്ത് പിടിപ്പിക്കും. ആരുടെയെന്നോ, പ്രിയയുടെയും വിനോദിൻ്റെയും ഒക്കെ പ്രിയയുടെയും വരുണിൻ്റെയൊക്കെ മക്കൾ നമുക്ക് ചുറ്റും വന്ന് ഭ്രാന്ത് പിടിപ്പിക്കും, അതേ നടക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴൊരു പണ്ട് കാലത്തൊരു അപ്പൂപ്പൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദ്. പണ്ട് കാലത്തൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, ആ അപ്പൂപ്പനും അമ്മൂമ്മയും നല്ല കമ്പനിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വയസ്സാം കാലത്ത് അവരൊന്നായ കഥയും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഗീത് പറയുന്നത്, അപ്പൂപ്പനും അമ്മൂമ്മയും വയസ്സാം കാലത്തെങ്കിലും ഒന്നായില്ലേ, നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഇവരിങ്ങനെ നടന്ന് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാധികാമ്മയാണ്. രാധികാമ്മ ഇങ്ങനെ മറഞ്ഞു നിന്ന് കാണുകയാണ്, ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് രാധികാമ്മയ്ക്ക് ഹാലിളവുകയാണ്. പിന്നീട് രാത്രിയാണ് കാണിക്കുന്നത്. രാത്രിയിൽ ഇവർ രണ്ടുപേരും കൂടി മുറ്റത്ത് പോയി നിന്ന് മറഞ്ഞു നിന്ന് സംസാരിക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ രാധികാമ്മ അവിടെ നിന്ന് എത്തി മറഞ്ഞും ഒക്കെ നിന്ന് നോക്കുകയാണ്. പക്ഷേ രാധികാമ്മയ്ക്ക് ശരിക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ്. കാഞ്ചന വരുമ്പോഴത്തേക്ക് കാഞ്ചനയോട് പറയുകയാണ്, കാഞ്ചന ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാഞ്ചന മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയണം എന്ന് പറയുകയാണ്. എന്നിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. പറഞ്ഞാൽ മാത്രം പോരാ, ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണം, കുറച്ച് അടുത്തോട്ട് ചെന്ന് നിന്ന് വേണം ഷൂട്ട് ചെയ്യാനുള്ളത്, എന്നാൽ മാത്രമേ എനിക്ക് ശബ്ദം കിട്ടത്തുള്ളൂ, എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ എല്ലാം കാഞ്ചനയ്ക്ക് വിട്ടുകൊടുത്തിട്ട് പോവുകയാണ്. നേരെ രാധികാമ്മ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പ്രിയമോൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രാധികാമ്മ പ്രിയയെ കുത്തി ഇളക്കാനായിട്ട് ചെല്ലുകയാണ്. പ്രിയയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, പ്രിയമോളെ നീ ഇവിടെ ഇരുന്നേരെ, അവിടെ എന്താ നടക്കുന്നതെന്ന് നീ വല്ലതും അറിയുന്നുണ്ടോ? എന്താ? പ്രിയേ, നിൻ്റെ ഏട്ടനും ഏട്ടത്തിയും കൂടിയേ അവിടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ടേ 1 മണിക്കൂർ കഴിഞ്ഞു. ഇല്ലമ്മേ, 1 മണിക്കൂറല്ല, 1.5 മണിക്കൂറും കഴിഞ്ഞു. നീയും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? പിന്നില്ലാതെ, ഞാനല്ലേ അവർക്ക് ഒരുമിച്ച് പോയി നിന്ന് മിണ്ടിയും പറഞ്ഞ് നിൽക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്, എന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ രാധികമ്മ പറയണേ, നീ എന്താ പ്രിയ ഈ പറയുന്നത്? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇതൊന്നും. എൻ്റെ അമ്മയുടെ സമ്മതമൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാൻ എന്തിനാണ് അവരെ തമ്മിൽ പിരിക്കാൻ നോക്കിയതെന്നറിയാമോ? അത് അവരെ പിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, അവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് 2 പേരെടുത്തും 2 മുറി കഴിയാനായിട്ട് പറഞ്ഞത്. അവർക്ക് ഇപ്പോൾ ഇത്തിരിച്ച് സംസാരിക്കണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്, അല്ലാതെ അവരെ തമ്മിൽ പിരിക്കാനല്ല നോക്കേണ്ടത്. അമ്മയാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും തമ്മിൽ, ഗീതുവേച്ചിയും തമ്മിൽ പിരിക്കാനുള്ള അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അമ്മ അതങ്ങ് മുളയിലേ നുള്ളിക്കളഞ്ഞേരെ.
അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയ കയറി പോവുകയാണ് ദേഷ്യപ്പെട്ട്. അപ്പോൾ രാധികാമ്മയ്ക്കാണെങ്കിൽ പ്രിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ രാധികാമ്മ ഇങ്ങനെ പല്ലും കെറുമിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് ഗീതവും ഗോവിന്ദും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയാണ്, ഗീതു നീ ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനൊക്കെ പറ്റും. പക്ഷെ കുറച്ചൊന്ന് നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നമ്മുടെ മനസ്സിലിരിപ്പൊക്കെ നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു എന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഗീതുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താണെന്നൊന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അതെന്താണെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ദൂരെ നിന്നിട്ട് നമ്മുടെ കാഞ്ചന കാണുകയാണ്. കാഞ്ചന പെട്ടെന്ന് തന്നെ സൂം ചെയ്ത് വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉറച്ച് സംസാരിക്കുകയാണ് ഗീതു. അതെ, അത് പിന്നെ എന്ത് ചെയ്താലും ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കാഞ്ചനയൊക്കെ ഉണ്ട്, ഇവിടെ ഒരു രാധികാമ്മയുണ്ട്. രണ്ടെണ്ണം എവിടെയെങ്കിലും നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞു നിന്ന് കേക്ക് കോണ് ജോലി എന്ന് ഗീതു പറയുകയാണ്. അപ്പോൾ ഉടനെ പെട്ടെന്ന് കാഞ്ചന വിചാരിക്കണേ, ഇനി ഇവരെന്നെ കണ്ടാ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുകയാണ് കാഞ്ചന. അപ്പോൾ ഗോവിന്ദ മുണ്ട് മടക്കി കുത്തിയിട്ട് പറയണം, ആ കാഞ്ചനയുണ്ടല്ലോ അടിച്ച് ശരിപ്പെടുത്തും ഞാൻ. ഇനി കാണുകയാണെങ്കിലുണ്ടല്ലോ അവളെ ഈ ഒളിഞ്ഞു നോട്ടവും രീതികളും സ്പൈ വർക്കൊക്കെ അവൾ നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ അവളെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കും, വല്ല തമിഴ്നാട്ടിലും കെട്ടിക്കും. പിന്നെ ഇവിടുത്തെ ജോലിയില്ല ഒന്നുമില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ ഇത് പറയണം, വേണ്ട കണ്ണേട്ടാ വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമല്ലോ, അപ്പോൾ ആ സമയത്തിന് കാഞ്ചനയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ജോലിക്ക് നിർത്താം. അവിടെ ആകുമ്പോൾ പിടിപ്പത് പണിയുണ്ടായിരിക്കും. എൻ്റെ അമ്മയുടെ മുഴുവൻ കാര്യങ്ങളും വീട്ടുജോലിയും ചെയ്യണം, അമ്മയുടെ കാര്യങ്ങളും നോക്കണം, ആ വീട്ടിലുള്ള സകലമാന ജോലികളും ചെയ്യണം. കാഞ്ചനയുടെ നടു ഒന്ന് ഒടിയട്ടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ കാഞ്ചന, അപ്പപ്പാ എന്നെ ഇവിടുന്ന് കെട്ടിക്കുന്ന കാര്യമാണല്ലോ ഈ പറയുന്നത്. ഇല്ല, എന്നെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ നിന്ന് പോകമാട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ കാഞ്ചന ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് മുറിയിലേക്ക് തിരിച്ച് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, യോഗയ്ക്ക് ഇടുന്നകത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗീതുവിൻ്റെ മുറിയിലായിരിക്കും, ഗീതുവിനെ കാണിക്കുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ അയ്യപ്പേട്ടൻ വരികയാണ്. അയ്യപ്പേട്ടൻ വന്നിട്ട് ഗോവിന്ദിനെ ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുകയാണ്. കുഞ്ഞെ, എന്തായാലും നിങ്ങളെ രണ്ടുപേരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ രണ്ടുപേരും തുറന്നു പറഞ്ഞല്ലോ കുഞ്ഞെ, ഒരുപാട് സന്തോഷമായി, എനിക്കതിൽ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. പക്ഷേ രാധികാമ്മ ഇപ്പം ഈ കാണിക്കുന്നതുണ്ടല്ലോ വെറും തെണ്ടിത്തരമാണ് എന്ന് പറയണ അയ്യപ്പൻ, വെറും തെണ്ടിത്തരമാണ്. പക്ഷേ രാധികാമ്മയുടെ അടുത്ത് ഞാനിത് രണ്ട് വാക്ക് സംസാരിക്കും, നിങ്ങൾ രണ്ടുപേരും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാനും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പിന്നെ രാധികാമ്മ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നതെന്ന് എനിക്കറിയണം. ഞാനത് മുഖത്ത് നോക്കി ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, 4 പറയും ഞാൻ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദന്, വേണ്ട അയ്യപ്പേട്ട വേണ്ട, വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട. എന്തായാലും ഞാനും ഗീതുവും നമ്മളുടെ രണ്ടുപേരുടെ മനസ്സിരിപ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ വേണേലും കുറച്ചുകൂടി കാത്തിരിക്കാൻ തയ്യാറാണ്. പിന്നെന്താ അയ്യപ്പേട്ട, അതൊന്നും വേണ്ട. എന്തായാലേ കാത്തിരിക്കാൻ കുഞ്ഞും ഗീതുമോളും തയ്യാറായിരിക്കും. പക്ഷേ അത് അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. അതുകൊണ്ടേ ഞാൻ 2 വർത്തമാനം സംസാരിച്ചിട്ടേ മുഖത്ത് നോക്കി നല്ല 4 വർത്തമാനം പറഞ്ഞിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങി ദേശാടനത്തിനായിട്ട് പോവും. അയ്യോ അയ്യപ്പേട്ട ചതിക്കല്ലേ, ഇവിടെ നിന്ന് എങ്ങും പൊക്കളയല്ലേ. പോവും കുഞ്ഞേ, പോവണ്ട. എൻ്റെ പൊന്നു കുഞ്ഞേ, രാധികാമ്മയുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവരെന്നെ പറപ്പിക്കില്ലേ. അതിനു മുമ്പായിട്ട് ഞാൻ സ്വമേധയെ ഇറങ്ങി പോകുന്നതല്ലേ നല്ലത്. എന്തായാലും കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ആ ത്യാഗം ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, ഇല്ല അയ്യപ്പേട്ട, അമ്മ മാത്രമല്ല പ്രശ്നം, പ്രിയമോളാണ് അമ്മയേക്കാളും കൂടുതൽ വാശിക്ക് നിൽക്കുന്നത്. ഹോ, പ്രിയക്കുഞ്ഞോ, അതാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമല്ല കുഞ്ഞ്, എനിക്ക് വിട്ടുതരാം. പ്രിയമോളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പ്രിയമോൾക്ക് പിന്നെ എന്താണ് തെരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന് പറയുന്ന കണക്കാണ്. പ്രിയമോളെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമല്ലോ, നമ്മളെ കുഞ്ഞല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ക്ലിയർ ആക്കിയിട്ട് ഗീതുമോളെ ഇങ്ങോട്ട് അയക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദനാണ്, എൻ്റെ പൊന്നയ്യപ്പേട്ട, നിങ്ങൾ പറയരുതേ, നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഉപദ്രവം ചെയ്യല്ലേ മനുഷ്യ. ഞാനെന്ത് ഉപദ്രവം ചെയ്യാനാണ്? നിങ്ങൾ അതേപ്പറ്റിയൊന്നും പറയണ്ട. ഒരിക്കൽ നിങ്ങൾ വന്നിട്ട് ഗീതുവിനോട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി. പിന്നീട് ചെന്നിട്ട് ഗീതുവിൻ്റെ മുന്നിൽ എന്നെ വെറും ഡ്രഗ് അഡിക്റ്ററാക്കുകയല്ലേ ചെയ്തത്. അതുപോലെ ഇപ്പോൾ പ്രിയമോളടുത്ത് പോയി എല്ലാം റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ട്
പിന്നീട് അവൾ എന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ തീവ്രവാദിയാക്കിക്കും നിങ്ങൾ വേണമെങ്കിൽ. അതുകൊണ്ടേ നിങ്ങളായിട്ട് ഇതിലിപ്പോൾ ഇടപെടുകയൊന്നും വേണ്ട. നിങ്ങൾ മനസമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനും കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഉടനെ പറയണ, എന്നാലും എൻ്റെ കുഞ്ഞെ, എൻ്റെ അയ്യപ്പേട്ട, നിങ്ങൾ പോയി കിടന്നുറങ്ങുക. ഞാൻ എൻ്റെ ഗീതവുമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റൊക്കെ സ്വപ്നം കണ്ടിട്ട് ഞാനും കിടന്നുറങ്ങട്ടെ എന്നിങ്ങനെ പറയണ. അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ട ഇറങ്ങി പോവുകയാണ്. ആ സമയത്തിന് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരുന്നിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് തലയിൽ കൂടെ വലിച്ച് മൂടിയിട്ട് പുള്ളിക്കാരനും കിടന്ന് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൊള്ളാമായിരുന്നു. നല്ലൊരു രസമുള്ളൊരു എപ്പിസോഡായിരുന്നു. അധികമൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും മാന്യമായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.